സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല വലിയൊരു വിവാദ വിഷയമായി മാറിയിരുന്നു. ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത വരുന്നു. ശബരിമലയിൽ സിനിമ ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നു. സന്നിധാനത്തും പമ്പയിലും. അതായത് മകരജ്യോതി കാണുന്ന ദിവസം നിരവധി ഭക്തന്മാർ അവിടെ വന്ന ദിവസമാണ് ഈ ഷൂട്ടിംഗ് നടത്തിയത്. ആചാര ലംഘനമാണെന്നും പറയുന്നു. മുമ്പ് സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം അവിടെ നടന്നിരുന്നു. അങ്ങനെയാണ് പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്ന ഒരു റോഡിന് സ്വാമി അയ്യപ്പൻ റോഡ് എന്ന് പേരിട്ടത്. കാരണം ആ സിനിമയുടെ ലാഭവിഹിതം കൊണ്ട് ആ പാത നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമ ഷൂട്ടിംഗ് അത്ര വലിയ പാപമാണോ എന്നുള്ളത് ചിന്തിക്കണം. കാരണം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ അടക്കം നിരവധി ചാനലുകൾ ആ മണ്ഡലകാലം തുടങ്ങുന്ന ദിവസം മുതൽ അവസാനിക്കുന്ന ദിവസം വരെ ക്യാമറയുമായിട്ട് സന്നിധാനത്തും പമ്പയിലും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് നാം കാണാറുണ്ട്. അപ്പോൾ സിനിമയുടെ ചിത്രീകരണം അത്ര വലിയ പാപമാണോ? ഈ വിഷയത്തെക്കുറിച്ച് TG മോഹൻദാസ് സാറുണ്ട്, അഹമ്മദ് മാഷുണ്ട്. രണ്ടുപേരും സംസാരിക്കും. സാർ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, അത് വിഷയമൊന്നുമല്ല. ഇപ്പോൾ മാധ്യമങ്ങളുടെ എല്ലാം ക്യാമറ ഇരിക്കുന്നിടത്ത് സിനിമാക്കാരൻ്റെ ഒരു ക്യാമറ വന്നു കഴിഞ്ഞാലുണ്ട്. ക്യാമറ ഒന്ന് തന്നെയാണല്ലോ, എല്ലാം വീഡിയോ ക്യാമറയാണ്. ക്വാളിറ്റിയിലോ മേക്കിലോ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരു സിനിമയിൽ അവർക്കൊരു രംഗം ആവശ്യമാണെന്ന് വയ്ക്കുക. ശബരിമലയിൽ പോകുന്ന നായകനോ നായികയോ ആരെങ്കിലും വെച്ചാൽ, അല്ലെങ്കിൽ കുട്ടി അതിൻ്റെ ഭാവങ്ങൾ തിക്കലും തള്ളിലും പെട്ട് അവസ്ഥയിലാകുന്നു, അല്ലെങ്കിൽ അയ്യപ്പനെ കാണുമ്പോൾ വികാരപരവശമായിട്ട് കരയുന്നു, സംതിങ് ഇതുപോലത്തെ ഒരു സീൻ വേണം. അതൊരു ആക്ച്വൽ സീൻ. അത് സെറ്റിട്ടുണ്ടാക്കരുത്, ഉണ്ടാക്കാം. ശബരിമല പോലെ ഒരു സെറ്റിട്ട് ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു തിക്കും തിരക്കും ഉണ്ടാക്കി അത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സ്കിൽ, അത് വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ്. ചെയ്യാറുണ്ട് ഇപ്പോൾ വലിയ സംവിധായകർ, പ്രിയദർശൻ, അവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ശബരിമല അയ്യപ്പനെ പറ്റി ഇറങ്ങിയ സിനിമയിലെ 18-ാം പടിയും വിഗ്രഹവും പ്രതിഷ്ഠയും എല്ലാം തന്നെ ഒറിജിനലാണ്. ഒറിജിനൽ അവിടെ ഷൂട്ടിങ് പെർമിറ്റഡ് അല്ല. മൂർത്തിയുടെ നേർക്ക് ക്യാമറ വെക്കാൻ പാടില്ല. ക്യാമറ, വീഡിയോ ക്യാമറയോ സ്റ്റിൽ ക്യാമറയോ പാടില്ല എന്നാണ് പൊതുവെ സൗത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ ഒരു വ്യവസ്ഥ. നോർത്ത് ഇന്ത്യയിലും മെല്ലെ ഇപ്പോൾ ആയി വരുന്നുണ്ട്, ഫോർ അതർ റീസൺസ്. ദൈവത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന അവിടെ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഈ ക്യാമറ അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റ് രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുമല്ലോ. സ്ത്രീകളുടെ ഫോട്ടോ എടുക്കുക, ഈ പലപ്പോഴും പൂജിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുനിഞ്ഞാണ്. ഈ കുനിയുമ്പോൾ പെർട്ടിക്കുലർ ആംഗിളിൽ ഫോട്ടോ എടുക്കുക, ഈ മിസ്ചീഫ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മൊബൈൽ എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ ഏകദേശം നിരോധിച്ച പോലെയായി. മഹാക്ഷേത്രങ്ങൾ, ചെറിയ ചെറിയ റോഡ് സൈഡ്, അതുകൊണ്ടാണല്ലേ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ദൈവത്തിൻ്റെ ഫോട്ടോ എടുത്താൽ ദൈവം ഇല്ലാതെ പോകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഈ മിസ്ചീഫ് നടക്കുന്നു. ആൻഡ് യു കനോട്ട് പ്രിവെൻറ്റ് ഇറ്റ്. ആരെവിടെ എന്തൊക്കെ ഫോട്ടോ എടുക്കുന്നു അറിയില്ലല്ലോ. അപ്പോൾ അത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് ക്യാമറ തന്നെ അവസാനം നിരോധിക്കേണ്ടി വരും. ആ രീതിയിലുള്ള ഉപദ്രവമാണ്. എന്തു വാങ്ങിക്കോട്ടെ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഈശ്വരൻ്റെ ഫോട്ടോ എടുത്തുകൂടാ. അതുപോലും ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുമ്പോൾ ആചാര സംരക്ഷകരെന്നെ തല്ലാൻ വരും. ഞാൻ ശബരിമല നട തുറന്നു കഴിഞ്ഞാൽ അത് ലൈവായിട്ട്, ശബരിമലയ്ക്കൊരു TV ചാനൽ ഉണ്ടാകുക, ലൈവായിട്ട് നിങ്ങൾ എക്സ്ക്ലൂസീവ്, വേറെ ആർക്കും അത് കിട്ടില്ല, ഈ ചാനലിന് മാത്രം ലൈവ് അവകാശം കൊടുക്കുക. ശബരിമല ശ്രീകോവിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ത്രൂ ഔട്ട് കാണിക്കുക ആൾക്കാർ. മല കയറാൻ പറ്റാത്തവരുണ്ട്, മല ചവിട്ടാൻ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്. ഒരു തവണ ശബരിമലയ്ക്ക് പോകാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ആൾക്ക് വരാൻ പറ്റുമോ? നിങ്ങൾക്ക് അത്ര ദണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കാശ് മുടക്കി വാ എന്ന് പറഞ്ഞ് വായടപ്പിക്കാം. ബട്ട് ഒരു മനുഷ്യനെ സമയത്തോളം അയാൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പോകണമെങ്കിൽ 4-5 ലക്ഷം രൂപ ഫ്ലൈറ്റ് ചാർജ് തന്നെയാവും. അപ്പോൾ അയാൾ വേണ്ടാന്ന് വയ്ക്കും. ഭാര്യ പറയും നമുക്ക് പോകണ്ടേ, എനിക്ക് 60 വയസ്സായി, എനിക്കിപ്പോൾ കയറാൻ കുഴപ്പമൊന്നുമില്ല. രൂപ എത്രയാണ്? നമ്മൾ രണ്ടുപേരും കൂടെ ശബരിമലയ്ക്ക് പോയി തിരിച്ച് അമേരിക്ക വരിക എന്ന് പറഞ്ഞാൽ 10-12 ലക്ഷം രൂപ. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ദൈവം? എനിക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഒരാൾ പഴനിക്കടുത്താണ് അയാളുടെ വീട്, വലിയ പണക്കാരനാണ്, അയാൾ കുട്ടികളില്ല. അയാൾ വീഡിയോയിൽ പറയുകയാണ്, അയാളുടെ സ്ഥലം, വീട്ടുപേര്, ഇതെല്ലാം പറഞ്ഞു. അയാൾ പറഞ്ഞു
എനിക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ 10,000 പഴം, പഴക്കച്ചവടക്കാരനാണ്, 10,000 പഴം ഞാൻ മുരുകന് കൊടുക്കാം എന്ന് നേർന്നു. അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായി. ആ സന്തോഷത്തിൽ ഞാൻ 10,000 പഴം ഒരു ടെമ്പോയിൽ കയറ്റിയിട്ട് ഡ്രൈവർ പോയി ഇതവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം. ഡ്രൈവർ പോയി പോണ വഴിക്ക് ഡ്രൈവർ ഈ വണ്ടി നിർത്തിയിട്ട് ചായ കുടിച്ചു. അപ്പം ചായ കുടിക്കുന്നത് ഒരു സ്ത്രീ തീരെ മുഷിഞ്ഞ് വിഷമിച്ച് കയ്യിലൊരു കൊച്ചുമുണ്ട്. എന്തെങ്കിലും താന്നൊക്കെ പറഞ്ഞു എന്ത് തരാൻ, എൻ്റെ ആകെ 10 രൂപ ഉണ്ടെങ്കിൽ അതിന് ഞാൻ ചായ കുടിക്കുന്നു, ഇനിയിപ്പം നിനക്ക് തരാൻ എന്തെങ്കിലുമൊന്നുമില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, പഴം തരാം. 10,000 പഴമല്ലേ. ഇയാൾ 2 പഴം ആ കുട്ടിക്ക് കൊടുത്തു, 1 പഴം അമ്മയ്ക്കും കൊടുത്തു, നിങ്ങളും കഴിച്ചു, നിങ്ങൾക്കും വിശപ്പുണ്ടല്ലോ. അവർ സന്തോഷമായിട്ട് പോയി. ഇയാൾ കൊണ്ടുപോയിട്ട് പഴനിയിൽ ഇത് കൊടുത്തു. ആര് 10,000 പഴം 10,000 ഉണ്ടോ എന്ന് എണ്ണി നോക്കാൻ പോകുന്നു. ആരെ അവിടെ ചൊരിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു പോയി. അന്ന് രാത്രി ഈ മനുഷ്യൻ പറയുന്നത് മുരുകൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു കൊടുത്തയച്ച 3 പഴം എനിക്ക് കിട്ടി കേട്ടോ. അതാണ് ദൈവം. കറക്റ്റാണത്. പിറ്റേ ദിവസം രാവിലെ ഇയാൾ പരിഭ്രമിച്ചത്, എന്താ ഈ 3, ഞാൻ 10,000 കൊടുത്തു വിട്ട് ആ ഡ്രൈവറെ വിളിപ്പിക്കുന്നു, നീ കൊടുത്തു? ഞാൻ കൊടുത്തു, സത്യം പറ, തട്ടിക്കളയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, ഒരു ഞാനിങ്ങനെ ചായ കുടിക്കാൻ നേരത്തെ ഒരു സ്ത്രീ വന്നിരുന്നു, ഒരു 3 എണ്ണം ഞാൻ അവർക്ക് കൊടുത്തതാണ്, അത് ഞാൻ മുതലാളിയോട് പറഞ്ഞില്ല, 10,000-ന് 3 പഴം പറയേണ്ടത്. പക്ഷെ മുരുകൻ അതേ കണക്കിൽ വെച്ചോളൂ. മുരുകൻ വരവ് വെച്ച് 3 പഴമാണ്, കറക്റ്റാ, ബാക്കി പഴം വരവ് വെച്ചിട്ടില്ല. അതാണ് വലിയ ഈ മനുഷ്യൻ. അയാളുടെ വീട്ടിൽ ഒരു സ്ഥലമൊക്കെ അയാൾ പറഞ്ഞു, നിങ്ങൾ വന്ന് കണ്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല, ആരോടാണെങ്കിലും ഞാനിത് പറയാം. അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്നവരെ അവർ ഇവിടം വരെ വന്നാൽ ഞാൻ പരിഗണിക്കാം എന്ന് പറയുന്ന ധാർഷ്ട്യം ദൈവത്തിൻ്റെതല്ല, ഉണ്ടാവാൻ പാടില്ല. പക്ഷെ എല്ലാ ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളും ഒക്കെ ഇല്ലേ? അപ്പോൾ ഇവിടെ ഈ ക്യാമറ വെക്കുന്ന ആചാര ലംഘനമാണെന്ന് ആ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി തീരുമാനിച്ചാൽ അതിനെ അംഗീകരിക്കണ്ടേ, അല്ലെ അനുസരിക്കണ്ടേ? എന്താണ് ആചാരം? സർവാഗമാനാം ആചാരപ്രഥമം പരികല്പ്യതേ എന്ന് പറയും. ആഗമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം ആചാരമാണ്. പിന്നെ ആചാരത്തിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ആചാരപ്രഭവോ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരങ്ങളിൽ നിന്ന് ധർമ്മം പ്രവഹിക്കണം, അഥവാ ധർമ്മം പ്രവഹിക്കുന്ന പ്രവൃത്തി എന്താണോ അതാണ് ആചാരം. അതാണ് ആചാരം. കറക്റ്റ്. അധർമ്മം കാണിക്കാൻ ആചാരം പറയാൻ പാടില്ല. ഈ ധർമ്മത്തിൻ്റെ പ്രഭു ആരാണ്? അച്യുതൻ. അച്യുതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണത്തിലെ ശ്രീകൃഷ്ണനല്ല, ച്യുതിയില്ലാത്തവൻ. അത് AP അഹമ്മദാകാൻ TG മോഹൻദാസ്. ധർമ്മത്തിൻ്റെ അധികാരി അവനാണ്. ച്യുതിയില്ലാത്തവൻ അച്യുതൻ. ച്യുതിയില്ലാത്ത ആളായതുകൊണ്ട് ശ്രീകൃഷ്ണനും അച്യുതൻ എന്ന പേര് വന്നു. ബട്ട് അച്യുതൻ എന്ന വാക്കിൻ്റെ അർത്ഥം ച്യുതിയില്ലാത്തവൻ, പിഴവില്ലാത്തവൻ. അവനാണ് ധർമ്മത്തിൻ്റെ പ്രഭു. നിങ്ങൾ ഈ പറയുന്ന ആചാരത്തിൽ നിന്ന് ധർമ്മം പ്രവഹിക്കുന്നുണ്ടോ, അതോ അധർമ്മം, അന്യായം ആണോ? ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല, ഒരു അന്യായമല്ലേ. ഈ ചാനലുകാർക്ക് മുഴുവൻ അവിടെ ക്യാമറ വെച്ച് സന്നിധാനത്ത് കാണിക്കാവുന്നത് ശ്രീകോവിലിൻ്റെ ഉള്ളിലൊഴിച്ച് ബാക്കിയെല്ലാം കാണിക്കുന്നുണ്ട്. ഒരു സിനിമാക്കാരുടെ എടുത്താലെന്താ? എന്താചാരമാണിത്? നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ സൗകര്യം പോലെ ആചാരം. ഞാൻ ഓർക്കുന്നത് ശബരിമല സ്വർണം പൊതിയുകയും പൂശുകയും വെച്ചതല്ല ആര്? UB ഗ്രൂപ്പിൻ്റെ മല്യ. അന്ന് മല്യയുമായിട്ട് ദേവസ്വം ബോർഡിന് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. മല്യ സ്വർണം പൊതിയും, എന്നിട്ട് അവിടെ ബോർഡ് വയ്ക്കും, ഗോൾഡ് പ്ലേറ്റഡ് ബൈ യുണൈറ്റഡ് ബ്രൂവറീസ് ബാംഗ്ലൂർ. 18-ാം പടി കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ട് ബോർഡ് വയ്ക്കും. ആ ബോർഡ് വെച്ചു മല്യ. ഞാൻ ശബരിമല ഭക്തന്മാർ മുഴുവൻ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ശബരിമലയിൽ ഈ ബോർഡ് മല്യ വെച്ചു. ഭക്തന്മാർ ബഹളം. കള്ള് കമ്പനിയുടെ ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്, അയാളാണ് സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്, അയാൾ ബോർഡ് വെച്ചു. പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഗോവിന്ദൻ നായർ ആനയെ കൊണ്ടുവരുത്തുമ്പോൾ ആനയുടെ കഴുത്തിൽ ഗോവിന്ദൻ നായർ വഹ എന്ന് പറഞ്ഞ് തൂങ്ങിക്കിടക്കില്ലേ ചങ്ങല. അതുപോലെ UB ഗ്രൂപ്പിൻ്റെ കള്ളിൻ്റെ പരസ്യം 18-ാം പടിക്ക് മുകളിൽ വെച്ചു. ഒരുത്തൻ ചോദിച്ചില്ല. സാധാരണ ഭക്തന്മാർ ബഹളം വെച്ചു. ഒടുവിൽ വിജയമല്ലയുടെ കാല് പിടിച്ച് എൻ്റെ പൊന്നി ചേട്ടാ, അങ്ങനെ ഒരു കോൺട്രാക്റ്റിലുള്ളതാണ്, അത് ശരിയാവില്ല, ബോർഡ് വെക്കുന്നു, എൻ്റെ പൊന്നി ചേട്ടാ മാനം രക്ഷി, ജനം തീയിടും. ഞങ്ങൾ ദേവസ്വം ബോർഡ് നന്ദാവനത്ത് തിരുവനന്തപുരത്ത് പോയി തീയിടും ജനം. ഒടുവിൽ കാല് പിടിച്ച് ദയാപരനായ മല്യ പറഞ്ഞു ആ ബോർഡ് എടുത്ത് മാറ്റിക്കും.
ഒരാചാരത്തിനും ഒരു ചുക്കും സംഭവിച്ചില്ല. എല്ലാ ആചാരവാദിയും ഇരട്ടപ്പൂണിലും കുടവയറുമായിട്ട് അന്നും പൂജയും പരിപാടിയും നടത്തിക്കൊണ്ടിരുന്നു. ചോദിക്കാൻ ആരും ഉണ്ടായില്ല. കാരണം വിജയമല്യാണ് ആ ആചാരം. ഐ ഫുഡ് നിങ്ങൾ കുറേ ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, അത്യാചാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ്. ഇതൊക്കെ അനാവശ്യമാണ്, അനാവശ്യമായ കാര്യങ്ങളാണ്. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടാണ് ഈ സിനിമാക്കാരൻ, അയാൾ ആരാന്ന് എനിക്കറിയില്ല, എനിക്ക് സിനിമയുമായിട്ട് ബന്ധമില്ല. ഇയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചു, സാറേ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്തോട്ടെ. പുള്ളി പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചൂടുവെള്ളത്തിൽ വീണ് പൊള്ളി നിൽക്കുക. അവിടെ എന്ത് ചെയ്താൽ വിവാദമാണ്. അതുകൊണ്ട് പുള്ളി അത് വേണ്ട ഇത് വേണ്ട ഒന്നും വേണ്ട, സാർ വെള്ളം തരട്ടെ, വേണ്ട. അയ്യോ വെള്ളമാണോ എന്നാൽ കൊണ്ടുപോകാം. കാരണം വേണ്ട വേണ്ട എന്നുള്ളത് ഇങ്ങനെ നാട്ടിൻ തുമ്പത്ത് നിൽക്കുക, വേണ്ട എന്ന് പറയും. ഇവരെന്ത് ചെയ്തു, ഞാൻ അറിഞ്ഞിടത്തോളം ഇവർ പോയിട്ട് മറ്റു ടി വിക്കാരുടെ കൂടെ ഇവരുടെ ക്യാമറ വെച്ചു. ആ ബോർഡിൻ്റെ ഉത്തരവ് ലംഘിച്ചു. എന്ത് ഉത്തരവ് എനിക്ക് മനസ്സിലാവണം. ഈ ശബരിമലയിൽ ഒരു വിജിലൻസ് ഉണ്ട്. വിജിലൻസ് അത് കണ്ടെത്തി ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള രീതിയിൽ പിടിച്ചെടുത്തു. ഇനി അവൻ്റെ കുടുംബം കുളങ്കൂരും എനിക്കറിയാം. ആചാരവാദികളെല്ലാം കൂടെ ആ സിനിമാക്കാരൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കാശം കൊപ്പിച്ചായിരിക്കും ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പക്ഷെ അത് പറയാൻ പറ്റില്ല, മട്ടാഞ്ചേരി മാഫിയ അതും ആകാം. എന്തു വാങ്ങിക്കോട്ടെ, അവൻ്റെ കാര്യം കട്ടപ്പോവുകയാണ്. അവൻ്റെ പിന്നാലെ വിജിലൻസ്, പോലീസ്, CBI ഇതൊക്കെ ഇനി അതാവും. ജയമാല എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സിനിമാ നടി ശബരിമല കയറിയെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാത്രമേ ഉള്ളൂ. മുമ്പ് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ തിരുവനന്തപുരത്ത് സ്റ്റുഡിയോ അവർ വന്ന് ചിത്രീകരിച്ചു. അതിന്റെ ലാഭവിഹിതം കൊണ്ട് ഒരു പാത പോലും ഉണ്ടാക്കി. ഇന്ന് ആ പാതയിലൂടെയാണ് ട്രാക്ടറുകൾ സന്നിധാനത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. അപ്പൊ ഒരു കാലത്ത് അനുകൂലിച്ചു, മറുവശം വന്നപ്പോൾ ഇത് പ്രതികൂലിക്കുന്നു. അങ്ങനെയാണോ വ്യാഖ്യാനിക്കുക? എനിക്കറിയില്ല. ഇതൊക്കെ അതാത് സമയത്തുള്ള മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളാണ്. അല്ലാതെ ഇതൊന്നും ഒരു ഗ്രന്ഥത്തിലും തന്ത്രസമുച്ചയത്തിലും ഈ വക കാര്യങ്ങൾ എന്തെങ്കിലും എഴുതി വയ്ക്കുക. തന്ത്രസമുച്ചയം തയ്യാറാക്കിയ കാലത്ത് 15-ാം നൂറ്റാണ്ട് സിനിമയില്ല, ഷൂട്ടിങ്ങും ഇല്ല, ക്യാമറയില്ല. അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും എഴുതിയിട്ടുമില്ല. ബാക്കിയുള്ളത് സാമാന്യ ബുദ്ധിക്ക് ചെയ്യാവുന്ന ചെയ്യുക, അലവ് ചെയ്യാവുന്ന ചെയ്യുക, അല്ലാത്തത് പറ്റില്ല എന്ന് പറയുക. ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആൾക്കൂട്ടം കൊണ്ട് അവിടെ നിന്ന് തിരിയാനില്ല. ടി ജി വെച്ച നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഇതിനെ രണ്ട് മൂന്ന് തരത്തിൽ ഇതിനെ ഉപയോഗിക്കാം. ഒന്നിപ്പോൾ ടി ജി ഈ ആചാരത്തെ കൃത്യമായി നിർവഹിച്ചല്ലോ. ധർമ്മനിഷ്ഠമല്ലാത്ത ഒരു ശീലവും ആചാരം എന്ന് വിളിക്കാൻ പാടില്ല. അതാണ് ഒരു ദൈവികമായ വിചാരം, അതാണ് ആത്മീയമായ കൃത്യമായ ഒരു പാഠം, അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ടി ജി പറഞ്ഞല്ലോ, ഇവരും ഈ സിനിമ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരും ഭക്തന്മാരാണല്ലോ, അവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവർക്ക് ഗുണകരമായൊരു കാര്യമല്ലേ ഒരു വലിയ മാസിനെ ഉണ്ടാകുക. ശബരിമല സന്നിധാനത്തെ ഒരു തിരക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പോലും എത്ര കോടി വരും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് അപകടം? മൂന്നാമത്തെ കാര്യം, കള്ള് കച്ചവടക്കാരുടെ ബോർഡ് വെക്കാൻ അവിടെ ആചാര ലംഘനം ഉണ്ടായിട്ടില്ല എത്രയോ കാലം, ഇപ്പോൾ ടി ജി പറഞ്ഞനുസരിച്ചാണെങ്കിൽ. അപ്പോൾ അത് ശബരിമലക്ക് ഗുണകരമായൊരു കാര്യം എന്ന നിലയിലാണല്ലോ. ശബരിമലക്ക് ഇപ്പോൾ സ്വർണം പൊതിച്ച ഇതിൻ്റെ രസം എന്താണെന്നറിയാമോ? ഗുരുവായൂർ ഒരു ബാറ് ലൈസൻസ് കൊടുത്തു സർക്കാർ, പറ്റില്ല എന്ന് പറഞ്ഞു. ആ ബാറ് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളാണ് ബാറിനെതിരെ അവിടെ സമരം. എന്നോട് പ്രസംഗിക്കാൻ ചെല്ലാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാനില്ല, ഞാൻ ഈ മദ്യനിരോധനത്തിൽ വിശ്വസിക്കുന്നുമില്ല, അതുകൊണ്ട് ഞാനില്ല. അപ്പോൾ വേറൊരാളെ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരാളെ സജസ്റ്റ് ചെയ്തു. പുള്ളി യഥാർത്ഥ മദ്യവിരോധിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റിൽ തെക്ക് കിഴക്കേ മൂലയ്ക്കും അപ്പുറത്തുമായിട്ട് 2 ബാറുകൾ ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം 2 അല്ല, അന്ന് 2 ഉണ്ട്. ഇത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വരുന്നതാണ് 3ാമത്തെ ബാർ. ഈ ബാറ് പാടില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബാറുകാരായിരിക്കും അത് ഫൈനാൻസ് ചെയ്യുന്നത്. കറക്റ്റ്. അത് മിക്ക ബാറുകൾക്കും അതൊന്ന് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഇയാൾ അന്വേഷിച്ച് പറഞ്ഞ പോലെ തന്നെ പന്തല്, മൈക്ക്, കസേര എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ മറ്റേ 2 ബാറുകാരാണ്. നിങ്ങൾ ആള് മാത്രം വന്നാൽ മതി. ശരി, ഇവർ ഹൈക്കോടതിയിൽ വന്നു. CN രാമേന്ദ്രൻ, ജസ്റ്റിസ് CN രാമേന്ദ്രൻ എൻ്റെ ജഡ്ജ്മെൻറ്റാണ്. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം, 2 ബാറുണ്ട്, 3ാമത്തേത് തടയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഗുരുവായൂർ ടൗൺഷിപ്പ് മദ്യമുക്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കുക. ഇത് ചെയ്യാൻ സർക്കാരിന് അവകാശമുണ്ട്. ഇപ്പോൾ ഹരിദ്വാർ, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ടൗൺ, അവിടുത്തെ ക്ഷേത്രങ്ങൾ എത്ര വലുതും ചെറുതും ഒക്കെ എല്ലാം അടക്കം മദ്യവും നോൺ വെജിറ്റേറിയനും മുക്ത മേഖലയാണ്.
അവിടെ നോൺ തീർച്ചയായിട്ടും വെജിറ്റേറിയൻ ഒരു പാടില്ല, വിശുദ്ധ മദ്യവും ദേവാലയമുള്ള സ്ഥലമല്ലേ? അത് തീർച്ചയായും. ആ ഒരു 2 കിലോമീറ്റർ 3 or 5 കിലോമീറ്റേഴ്സ് ചുറ്റളവിൽ ഇത് പാടില്ല. അത് വേണമെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞു. അതിന് സർക്കാർ തയ്യാറല്ല. ഹൈക്കോടതി പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റില്ല, 2 പേർക്ക് കൊടുത്ത് 3ാമത്തെ ആളിന് കൊടുക്കാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറയുന്നു. യെസ്. ഇതില് എന്നിട്ട് ആ ജഡ്ജ്മെന്റിൽ CN രാമേന്ദ്രൻ നായർ സാറ് എഴുതിയ വാക്കാണ് ബ്ലാക്ക് ഹ്യൂമർ. ബ്ലാക്ക് ഹ്യൂമർ, അദ്ദേഹം എഴുതി ഹാസ്യം. The whole Shabarimala was gold-plated by United Breweries, a well-known breweries in India. ജഡ്ജ്മെന്റിൽ വന്നു. Judgment. ആഹാ. And this we consider as a black humor. അതെ, വല്ലാത്ത കഷ്ടമാണത്. ഇതിപ്പോ കൂട്ടത്തില് ഇപ്പൊ ഇത് ശ്രദ്ധിക്കുന്നവർക്ക് വേണമെങ്കിൽ TG പറഞ്ഞതിൽ വേറെയും ചില നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ശബരിമലയിൽ ഈ പറഞ്ഞ യഥാർത്ഥ നമ്മുടെ പ്രതിഷ്ഠയല്ലാത്തതൊക്കെ ഷൂട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കുക. അതിനൊരു മിനിമം വരുമാനം വാങ്ങിക്കോട്ടെ, അവര് ഫീസ് വാങ്ങാലോ. ഒന്ന്. ഉടനെ അടുത്ത ചോദ്യം വരുന്നത്, അങ്ങനെ 100 സിനിമാക്കാർ വന്നാൽ എന്ത് ചെയ്യും? 100 സിനിമാക്കാർ വന്നാൽ അതിനുള്ള ഒരു ചട്ടം തയ്യാറാണ്. ഇപ്പൊ ഒരാളല്ലേ വന്നുള്ളൂ, അയാൾ ചെയ്തിട്ട് പോട്ടെ. നാളെ 100 പേര് ഒരുമിച്ച് വരികയാണ്. അപ്പൊ അതിന് നമുക്ക് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇതിനേക്കാളൊക്കെ ഭേദപ്പെട്ട, ഇതിനേക്കാളൊക്കെ മുന്തിയ ഒരു നിർദ്ദേശം TG വെച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ ശബരിമല ശാസ്ത TV ഒരു TV തുടങ്ങുക. സഭാ TV പോലെ ഒരു TV തുടങ്ങുന്നു. ആ TVയുടെ മുഴുവൻ റൈറ്റും അവരുടേതായിക്കോട്ടെ. ഇത് ലോകത്തിലെ ഏത് സിനിമക്കാർക്കും ഉപയോഗിക്കാം. കോപ്പിറൈറ്റ് വാങ്ങിച്ചോട്ടെ, അല്ലെങ്കിൽ അതിന്റെ പണം കൊടുത്തോട്ടെ. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പൊ ഇത് എങ്ങനെയാണ് ശബരിമലയ്ക്ക് വരുമാനം ഉണ്ടാക്കുക? ഇപ്പോൾ ഉദാഹരണം, സ്വാമി അയ്യപ്പൻ സിനിമയുടെ വരുമാനം കൊണ്ട് റോഡ് ഉണ്ടാക്കിയെങ്കിൽ അത്തരം വരുമാനങ്ങൾ എന്തുകൊണ്ട് ശബരിമലയുടെ നന്മയ്ക്ക് ഉപയോഗിച്ചുകൂടാ? ഇനി അവസാനമായിട്ട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഏതു തരം ഷൂട്ടിംഗ്, TV ചാനലുകളിൽ ആണെങ്കിൽ പോലും സിനിമയിലാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും അത് ശബരിമല എന്ന ദേവാലയത്തിനോ അതിൻ്റെ പ്രതിഷ്ഠക്കോ അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾക്കോ നിരക്കാത്തതാണെങ്കിൽ അത് നമ്മൾ സെൻസർ ബോർഡ് പരിശോധിക്കട്ടെ. അതിന് അവസരമുണ്ടല്ലോ. ഷൂട്ട് ചെയ്ത് പോയിട്ട് എന്തെങ്കിലും ഈ ദേവാലയത്തിന് ദോഷം ഉണ്ടാക്കിയോ, അപകീർത്തി ഉണ്ടാക്കിയോ, അത് പരിശോധിക്കാൻ നമ്മുടെ കയ്യിൽ നിയമ സംവിധാനം ഉണ്ടല്ലോ. പിന്നെ ആവശ്യമില്ലാത്ത എന്തിനാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത്? എന്തായാലും ഈ ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ ഈ ഷൂട്ടിംഗ് നടന്നു എന്നുള്ളത് വലിയ വിവാദമായി മാറുന്നുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ചർച്ച കൂടുതൽ ചൂട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കണം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.